ഇപ്പോഴത്തെ ട്രെൻഡായ ഇറാനി ചായയും ബൺ മസ്കി ഞാനും ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായി ഇതിങ്ങനെ കാണുന്നത്. അപ്പോൾ ആദ്യം ഇറാനി ചായ ഉണ്ടാക്കാൻ വേണ്ടി 1.5 കപ്പ് വെള്ളമാണ് എടുത്തത്. അതിലേക്ക് 2 ഏലക്കി, 1 കറുവപ്പട്ടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് നല്ല പോലെ തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ തിളപ്പിക്കാൻ. ഇത് പകുതി വറ്റുന്നത് വരെ തിളപ്പിക്കണം. അതുപോലെ 1.5 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. പാലും ഇതുപോലെ തന്നെ തിളച്ച് കഴിഞ്ഞാൽ സിമ്മിലിടുക, എന്നിട്ട് പകുതി വറ്റിച്ചെടുക്കുക. ഇനി ബൺ മസ്ക ഉണ്ടാക്കുക. അപ്പം ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ചായ റെഡി ആയിട്ട് കിട്ടും. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുക്കേണ്ടത്. അൺസാൾട്ടഡ് ബട്ടർ 100 ഗ്രാമാണ് എടുത്തത്. അപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ഫ്ലഫി ആവണം കേട്ടോ. അങ്ങനെ കുറച്ച് സമയം ബീറ്റ് ചെയ്തപ്പോൾ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ബണ്ണ് എടുക്കുക കേട്ടോ. ബണ്ണിൻ്റെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തിട്ട്, ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട, ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബട്ടർ ഉണ്ടല്ലോ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ബൺ മസ്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കൊണ്ടല്ലോ പാല് വറ്റിയിട്ടുണ്ട്. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പഞ്ചസാര ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചായയും പകുതി വറ്റിയിട്ടുണ്ട്. അപ്പോൾ അരിച്ചെടുത്ത ചായ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് പകുതിയും ബാക്കി പാല് വറ്റിച്ചതുമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇറാനി ചായ എന്ന് പറയുന്നത്. എന്നിട്ട് അതിൽ ബൺ മസ്ക മുക്കി അങ്ങോട്ട് തിന്നെ. ഞാനിത് മുമ്പ് ഷോപ്പിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് അന്നും ഇഷ്ടമായിട്ടില്ല, ഇപ്പോഴും ഇഷ്ടമായിട്ടില്ല. സംഭവം ട്രെൻഡൊക്കെ തന്നെയാണ്. പക്ഷേ ഇനിയിപ്പോൾ എൻ്റെ മാത്രം കുഴപ്പമാണോ എന്നറിയില്ല. പറയാൻ മാത്രം ടേസ്റ്റ് ഒന്നുമില്ല.